സച്ചിന്റെ ബർത്ത്ഡേ കഴിഞ്ഞ ആഴ്ചയായിരുന്നു. സച്ചിൻ രാജ്യസഭയിൽ കയറുന്നു എന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. ആൻഡ് വി ഹാവ് മൈഥിലി വിത്ത് us on Club FM Star Jam. ഏതൊരു പെൺകുട്ടിയെയും പോലെ സച്ചിൻ ഹാൻസം ആണ്, സച്ചിൻ എനിക്ക് ഇഷ്ടമാണ്, സച്ചിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെയാണോ മൈഥിലി പറയാൻ പോണത്? ലെറ്റ്സ് സീ. സച്ചിൻ ഹാൻസം ആണോ? അഞ്ജലി ഇല്ലായിരുന്നെങ്കിൽ മൈഥിലി സച്ചിനെ ഇപ്പോഴും പ്രണയിക്കുമായിരുന്നു. അഞ്ജലി എന്നല്ല, ആരൊക്കെ വന്നാലും പ്രണയിക്കും. അതിപ്പോ എനിക്ക് പ്രണയിക്കണമെന്ന് തോന്നിയാൽ അത് ആരെയാണെങ്കിലും ഞാൻ പ്രണയിക്കും. കല്യാണം എന്നുള്ളത് ഇപ്പൊ വിവാഹം കഴിഞ്ഞാൽ മാത്രമേ ഹാപ്പി ആവുന്നുള്ളൂ. ഹാപ്പിയാണോ? ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഹാപ്പിയാണ്. ചിലപ്പോ ചിലവരുണ്ട് വിവാഹം കഴിച്ചാലേ ഞാൻ ഹാപ്പി ആവും, എന്റെ കുടുംബം നന്നാവും എന്ന് മനസ്സിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ശരിക്കും എന്ന് പറഞ്ഞാല് നമ്മൾ എപ്പോഴൊക്കെ ഹാപ്പിയാണോ അതിപ്പോ കല്യാണം കഴിച്ചാലേ ഹാപ്പി ആയിരിക്കും, ഇപ്പോഴും ഹാപ്പി ആയിരിക്കും. നമ്മൾ വിചാരിക്കണം നമ്മൾ ഹാപ്പി ആവണമെങ്കിൽ. സച്ചിന്റെ സ്റ്റോറിയിൽ നിന്ന് ബാക്കി എല്ലാ യങ്സ്റ്റേഴ്സും കിട്ടിയൊരു പാഠമുണ്ട്. 5 വയസ്സിന് മൂത്ത പെൺകുട്ടിയും വേണമെങ്കിൽ കല്യാണം കഴിക്കാം. മൈഥിലിയുടെ ലൈഫിൽ 5 വയസ്സിന് താഴ്ന്ന ഒരു ആൺകുട്ടിയെ പ്രണയിക്കുകയാണ്, കല്യാണം കഴിക്കാൻ റെഡിയാണോ? അതിനെന്താ കല്യാണം കഴിച്ചാലേ? എനിക്ക് അങ്ങനെ തോന്നിയില്ല ഞാൻ കല്യാണം കഴിക്കും. പ്രണയത്തിനൊരു പ്രായം ഉണ്ടോ? പ്രായമില്ല. എന്തിനാണ് അങ്ങനെ ഒരു ഏജ് ലിമിറ്റ് വെക്കുന്നത് പ്രണയത്തിന്? അപ്പം എനിക്ക് ഇന്ന പ്രായത്തിലുള്ള ഒരാളെ അവിടെ ഒരു ലിമിറ്റ് വെക്കുകയാണ്. നമുക്ക് ആരോടാണ് പ്രണയം തോന്നുന്നത്? പ്രണയം എന്ന് പറയുന്ന ഒരു വികാരം ഉണ്ടല്ലോ, അത് തോന്നുന്നവരെ വേണം. അതിപ്പം ഒരു 18 വയസ്സുള്ള പിള്ളേരൊക്കെ കാണുമ്പോൾ പ്രേമമൊന്നും തോന്നാറില്ല. എനിക്ക് എന്റെ അനിയന്മാരെ പോലെ തോന്നാറുള്ളൂ. മൈഥിലിക്ക് ഏത് സമയത്താണ് പിന്നെ പ്രണയം വന്നത്? പ്രണയം വന്നിട്ടുണ്ട്, പക്ഷെ അത് ഏത് ടൈമായിരുന്നു? അതൊരു വൃത്തികെട്ട ടൈമായിരുന്നു എന്ന് മനസ്സിലായി. എന്റെ സമയം മോശമായിരുന്ന ടൈമിലാണ് എനിക്ക് പ്രണയം വന്നത്. Well, that's Maithili with us on Club FM Star Jam. Ton കണക്കിന് fun. എന്റെ സ്റ്റൈലില് ടൺ കണക്കിന് ഫൺ എന്ന് പറയും. ടൺ കണക്കിന് ഫൺ. തെറ്റി, ഒന്നുകൂടി. ടൺ കണക്കിന് ഫൺ. It's 10 കണക്കിന് fun on Club FM Star Jam. എന്റെ കൂടെ ഉണ്ട് മൈഥിലി. ട്രൂ ഓർ ഫാൾസ് എന്ന് പറയുക. ബ്രൈറ്റി എന്നായിരുന്നു എന്റെ പേര് എങ്കിൽ കരിയർ ബ്രൈറ്റ് ആകില്ലായിരുന്നു. ഫാൾസ്. വാട്ട് എവർ ഇറ്റ് ഈസ്. മൈഥിലി എന്നാണെങ്കിലും ബ്രൈറ്റി എന്നാണെങ്കിലും ഞാൻ എത്തേണ്ട അടുത്ത് ഞാൻ വിചാരിച്ചാൽ ഞാൻ എത്തും. ഇന്ന് പിന്നെ മൈഥിലി നാക്കേണ്ടിയിരുന്നോ? ഇപ്പൊ രഞ്ജിത്ത് സാറിന്റെ ഒരു വിശ്വാസം, ഞാൻ അങ്ങനെ പറയൂ. ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്, വിശ്വാസം അതാണ് നമ്മളെ പീക്കിൽ എത്തിക്കുന്നത്. പാലേരി മാണിക്യം എന്ന ചിത്രത്തിലൂടെയാണ് ഞാൻ വന്നത്. മാണിക്യം എന്ന് ബ്രൈറ്റി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു ഡിസ്കണക്ട്, ആ ഒരു സാധനം ഉണ്ട്. അങ്ങനെയുള്ള ഇതുകൊണ്ടാണ്. സാരമില്ല, ബട്ട് മൈഥിലിന്ന് കേൾക്കുമ്പോൾ ഒരു അഴകുണ്ട്, പറയുമ്പോൾ ഒരു അഴകുണ്ട്, കാണാനൊരു അഴകുണ്ട്. Here we go. Next question. 2 നടിമാർക്ക് ഒരിക്കലും ഫ്രണ്ട്സ് ആവാൻ പറ്റില്ല. സമീറ റെഡ്ഡി പറഞ്ഞ കാര്യമാണ് കഴിഞ്ഞ ആഴ്ച. Is that true? മേ ബി ആകുമായിരിക്കാം, ആകുമാകാതിരിക്കാം. മൈഥിലിക്ക് മറ്റൊരു നടിയുമായിട്ട് ഭയങ്കര ഫ്രണ്ടാണോ? ഞാൻ ഇതുവരെ ഇൻഡസ്ട്രിയിൽ ആരുമായിട്ട് അത്ര ഫ്രണ്ട്സ് ഇല്ല, ഡീപ് ഫ്രണ്ട്സ് ഇല്ല. പക്ഷേ ഒരു നല്ല ഫ്രണ്ട് വേണം. ഷാൻ റെഡിയാണെന്നല്ലേ പറയാൻ വരുന്നത്? വേണമെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആലോചിക്കാം. ഇൻഡസ്ട്രിയിലെ ഒരു യങ് നടനോട് എനിക്ക് പ്രണയമുണ്ട്. ട്രൂ ഓർ ഫാൾസ്? ഫാൾസ്. പോട്ടെ, ഇൻഡസ്ട്രിയിലെ ഒരു യങ് ആർജയോട് പ്രണയമുണ്ട്. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. താങ്ക് യു. ഫാൾസ്. താങ്ക് യു. വെച്ചിട്ടുണ്ട് നിനക്ക്. എല്ലാ നടിമാരും നടന്മാരല്ല TV ഷോ ഹോസ്റ്റ് ചെയ്യാൻ പോവാണ്. മൈഥിലിക്ക് ഒരു TV ഷോ ഹോസ്റ്റ് ചെയ്യണം. ട്രൂ ഓർ ഫാൾസ്? ഫാൾസ്. ഇല്ല, നോട്ട് നൗ. കോടീശ്വരി ആവണമെന്ന് ആശയുണ്ടോ? കോടികളുടെ കണക്കിനേക്കാൾ കൂടുതൽ എനിക്ക് കരിയർ ഡെവലപ്മെന്റ് ആണ്. എനിക്ക് ആ കഴിവ് എനിക്ക് ഉയർത്തി കൊണ്ടുവന്നാൽ മതി, അതിന്റെ കൂടി ഇതൊക്കെ വന്നോളൂ. മൈഥിലി ആക്കുന്നത് കോൺഫിഡൻസ് ആണ്. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. എന്താണ് മൈഥിലി ഇത്രയും കോൺഫിഡന്റ് ലൈഫിൽ? റീസെന്റ് ആയതാണ്. ബിക്കോസ് ഞാൻ എന്ത് കാര്യത്തിനും കരയുന്നതും, എന്ത് ചെറിയൊരു കാര്യത്തിന് വരെ കരയുന്ന ഒരു സ്വഭാവകാരിയായിരുന്നു. ഒരു ദേഷ്യം, കരയുന്നത്. പക്ഷെ അതൊക്കെ വെറുതെ ആണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമ്മളുടെ എനർജി വേസ്റ്റ് ചെയ്യാവുന്നതല്ലാതെ ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി. Well, that's Maithili with us on Club FM Star Jam. Ton കണക്കിന് fun. Star Jam with RJ Sean. ഇന്ന് വരെ മൈഥിലിയോട് ആരും ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ ഷാൻ ചോദിക്കാൻ പോവാണ് ക്ലബ് FM സ്റ്റാർ ജാമിൽ. സോൾട്ട് ആൻഡ് പെപ്പറിലെ പോലെ എപ്പോഴെങ്കിലും രാത്രി ഫോണിൽ കാമുകൻ ഇപ്പോഴേത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് ഡാർലിംഗ് എന്ന് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ട്. നൈറ്റ് കോൾസ് ഫ്ലേർട്ടിംഗ് നടക്കാറുണ്ടോ? നോ, കേട്ടിട്ടുണ്ട്. ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുന്ന ടൈമില് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇതുപോലെ ഇരുന്ന് ഇങ്ങനെ ഇപ്പൊ ഏത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് ആ സാധനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ സാധനം ഒരു ഇയർഫോൺ എന്റെ ചെവിയിലായിരിക്കും പറയുന്നത്. ബോയ്സിന്റെ ശ്രദ്ധയ്ക്കാണിത്, ഗേൾസ് എല്ലാം കള്ളികളാണ്. സീരിയസ്ലി ഒരു ഇയർഫോൺ. എന്നിട്ട് ആ പയ്യൻ എന്തൊക്കെ പറഞ്ഞു? പറയണ്ടാത്തൊക്കെ പറഞ്ഞു. എന്നിട്ട് ആ പെൺകുട്ടി കൂട്ടുകാരി ഇങ്ങനൊരു ചതി ആ പയ്യന് കൊടുക്കോ? ഇതാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഗേൾസിനെ വിശ്വസിക്കാൻ പറ്റില്ല, ബോയ്സിനെ വിശ്വസിക്കാൻ. ഞാൻ 2 സൈഡിൽ നിൽക്കില്ല. ഇപ്പൊ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു നീ കണ്ടോ, അവൻ ഇങ്ങനൊക്കെ പറയും എന്നൊക്കെ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരന് കോൺഫിഡൻസ് ഇടില്ല, സ്പീക്കറും ഇടില്ല, പകരം ഹെഡ്ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കും.
എന്നിട്ട് സംസാരിക്കും. മൈഥിലി കോളേജ് ഹോസ്റ്റലിലാണോ പോയത്? ഞാൻ സെന്റ് തെരേസസ് കോളേജ് ഹോസ്റ്റലിലാണ്. ഫാന്റാസ്റ്റിക്. ഒരുപാട് കുട്ടികൾ ഈ സെന്റ് തെരേസസ് കോളേജ് ഹോസ്റ്റലിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആക്ച്വലി അവിടെ ഒരു പാൽക്കാരൻ സ്റ്റോറി ഉണ്ടായിട്ടുണ്ട്. അതെനിക്കറിയില്ല, ഞാനൊന്നും പഠിക്കുമ്പോ അവിടെ. മൈഥിലി എന്ന പെൺകുട്ടി ഗേൾസ് ഹോസ്റ്റലിനെ കുറിച്ച് പറഞ്ഞു തരൂ. ഞാൻ 2-3 ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട്. എന്തൊക്കെയാ സ്ഥിരമായിട്ടുള്ള റൂൾസ്? നമ്മൾ ആകെ പാവമായിട്ട് നിൽക്കാതിരിക്കുക, മാക്സിമം ചെയ്യേണ്ടതാണ്. പാവമായിട്ട് നിൽക്കാണ്ടിരിക്കുക. ഇവരെക്കാളും അതിനപ്പുറമാണ് നമ്മൾ കാണിച്ചാൽ ഒരു പ്രശ്നമില്ല. പെൺകുട്ടികൾ ഭയങ്കര റൂഡായിരിക്കും നമ്മളുടെ അടുത്ത്. അത് പുതിയ ആൾക്കാർ വരുമ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് റാഗ് ചെയ്യും. എന്നെ റാഗ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴെങ്ങാണോ ആയിരിക്കണം. എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ, എന്റെ മുന്നിൽ എന്നെ അവരെ ഒന്ന് കൊണ്ടു തരണേ. എന്തോ പണി കിട്ടിയിട്ടുണ്ട്. എന്തായിരുന്നു അന്ന് കിട്ടിയ പണി? അന്ന് കിട്ടിയ പണി അങ്ങനൊന്നുമല്ല, തറയൊക്കെ തുടപ്പിച്ചിട്ടുണ്ട്, എന്നെ തുണിയൊക്കെ അലക്കിടിപ്പിച്ചിട്ടുണ്ട്. സീനിയേഴ്സിന്റെ എങ്ങനെ നല്ല ഭംഗിയായിട്ട് അലക്കിയോ? അതൊക്കെ അലക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ റാഗിങ് ഉണ്ടെങ്കിൽ എന്റെ വീട്ടിൽ കുറെ തുണി ബാക്കിയുണ്ട്. കണക്കുന്ന ഓൺ ക്ലബ് FM സ്റ്റാർ ജാം. The very young, beautiful, gorgeous Maithili is here with me on Club FM Star Jam. Welcome back to this show. Thank you. Meghna Raj പറഞ്ഞു ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ ഗ്ലാമറസ് ആവണമെന്ന്. Is that true? See, ഇൻഡസ്ട്രി മാറിക്കൊണ്ടിരിക്കുകയാണ്, ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടും ഗ്ലാമർ ചെയ്തോണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ സെയിം സൈക്കിൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അന്നാരും കൊടി പിടിച്ചിട്ടില്ല. ഇന്ന് എന്തുകൊണ്ട് കൊടി പിടിക്കുന്നു? ഈ കേരളത്തിൽ ചെയ്താൽ മാത്രമേ അതിന് ഗ്ലാമർ എന്ന് വരുള്ളൂ. വെളിയിൽ ചെന്നിട്ട് ചെയ്തിട്ട് വരുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര സ്റ്റൈലിഷ്, വാവ് ഷീ സോ സെക്സി ഹോട്ട് എന്നൊക്കെ പറയാം. വിദ്യാഭ്യാസം ചെയ്തപ്പോൾ ആർക്കും ഒന്നും പറയാനില്ല. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് ചെയ്താൽ എന്താ അവള് കാണിച്ചേക്കുന്നത്? ഈ ഒരു മെന്റാലിറ്റി മാറണം, മാറി വരികയാണ്. റോളിന്റെ പ്രപ്പോസൽ വരുമ്പോൾ തന്നെ കുറച്ച് ഗ്ലാമറസ് റോളാണ് എന്ന് പറയും. അങ്ങനെയൊക്കെ ഉണ്ടോ? ശരിക്കും നേരത്തെയൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോ ഞാനും ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഞാനും ഗ്ലാമർ എന്ന് കേൾക്കുമ്പോ അയ്യോ, എന്റെ മനസ്സിൽ ഗ്ലാമർ എന്നുള്ളൊരു പ്രയോഗം വേറൊരു ചിന്തയായിരുന്നു, വേറൊരു ലെവലാണ്, മോശമാണെന്ന് തോന്നില്ല. അത് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണം. ഇതൊന്നുമല്ല നമ്മൾ മോശമാ, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതെന്റെ കുറവാണ്, എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ എന്റെ കുറവാണത്. അല്ലാതെ ഞാൻ ഇതൊന്നും ഒരിക്കലും ചെയ്യില്ല, എനിക്ക് ഗ്ലാമറായി ചെയ്യാൻ പറ്റില്ല. ഞാൻ നാടൻ ഇപ്പം പലര് മണിക്ക് തന്നെ ഒരു റേപ്പ് സീൻ തന്നെ എന്നോട് പറഞ്ഞു, റേപ്പ് സീൻ ഒക്കെ ചെയ്തല്ലേ. അപ്പൊ അവർക്ക് സിനിമ എന്നുള്ളത് എന്ത് തരം ക്യാരക്ടേഴ്സും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയില്ല, എനിക്ക് എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യണം, പക്ഷെ ഗ്ലാമർ മാത്രം. എന്തുകൊണ്ട് പക്ഷേ വരുന്നു അവിടെ ഗ്ലാമർ? എനിക്ക് അങ്ങനൊക്കെ പറഞ്ഞു തരാനൊന്നും ആരും ഇല്ലായിരുന്നു. ആദ്യം കുറച്ച് സൈലന്റ് ആയിട്ട് ആദ്യമൊക്കെ വരുമ്പോ മാറിയൊക്കെ നിൽക്കും. എല്ലാരും ഇങ്ങനെ മിങ്കിളായിട്ട് ഒരു ഫാമിലി പോകുന്ന കാണുമ്പോ ഞാൻ പക്ഷെ എനിക്ക് അറിയില്ല എങ്ങനെയാണെന്ന്. പിന്നീടാണ് മനസ്സിലാക്കിയത് ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല, എത്രയൊക്കെ ഇതുണ്ടെന്ന് പറഞ്ഞാലും. I don't think so. ഒരു ബാക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. സോ അതൊരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. മൈഥിലി.